പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സമയം ടെലിഫോണിലല്ല കളയേണ്ടത്, വാട്സപ്പിലല്ല കളയേണ്ടത്. അതേ സമയം കളയേണ്ടത് കിതാബുകളിലാണ്. കിതാബിൽ നന്നായി ശ്രദ്ധിക്കണം. ധാരാളം ശറഹുകൾ നോക്കണം, ധാരാളം തഫ്സീറുകൾ നോക്കണം, ധാരാളം ശറഹുകളും അതേ ഹാശിയകളും നോക്കണം. ഇൽമു നന്നായി പഠിക്കണം. ഏത് സംശയങ്ങൾക്കും മറുപടി കണ്ടെത്തണം. അത് നമ്മൾ സ്വന്തം തന്നെ നേടിയെടുക്കണം. മറ്റൊരാൾക്കുണ്ടായാൽ പോരാ, എനിക്കുണ്ടാകണമെന്ന ചിന്തയിൽ പഠനത്തിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട സൈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് തലയിലൊന്നും പഠിച്ചാ കേറാത്ത, ഒന്നും മനസ്സിലാകാത്തൊരു കുട്ടിയായിരുന്നു വിദ്യാർത്ഥി കാലത്ത്. ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് പഠിക്കുമ്പോ എല്ലാവരും പലതും കാണാൻ പോവുകയാണ്, കളിക്കാൻ പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു എന്ന മുതഅല്ലിം ഇരുന്ന് പഠിക്കുകയാണ്. എത്ര പഠിച്ചിട്ടും തലയിൽ കേറുന്നില്ല. ആ വിഷമത്തോടെ പഠിക്കുമ്പോ ഒരാള് വന്ന് വിളിച്ചു. അതേ, അതാ വിളിക്കുന്നു നമുക്ക്, അതാ പുറത്തുപോയി കളിക്കാമല്ലോ, അല്ലെങ്കിൽ കാണാമല്ലോ, നമുക്കൊരു യാത്ര ചെയ്യാമല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, അല്ലെങ്കിൽ തന്നെ പഠിച്ചിട്ട് തലയിൽ കേറുന്നില്ല. ഞാനില്ല. അദ്ദേഹം ഒരിക്കൽ മടങ്ങിപ്പോയി, വീണ്ടും വന്ന് വിളിച്ചു, വീണ്ടും തിരിച്ചയച്ചു, മൂന്നാമതും വന്ന് വിളിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ വീണ്ടും പറഞ്ഞു, എനിക്ക് പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല, അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പഠിക്കുകയാണ്. ഞാൻ മടുത്തു നിർത്തുകയല്ല. ഞാൻ മറ്റൊന്ന് കാണാൻ പോയാൽ എനിക്ക് പിന്നെ ഇൽമു കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അപ്പോഴാ മൂന്നാമതും വന്ന വ്യക്തി പറയുന്നത്, യദഊക റസൂലുള്ളാഹി, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നുണ്ട് സഅദേ. അത് കേട്ടപ്പോൾ പിന്നെ ഒരു മിനിറ്റും നിന്നിട്ടില്ല, ചെരിപ്പെടുക്കാൻ നോക്കിയിട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ കൂടെ പോയി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് സലാത്തും സലാമും ചൊല്ലുന്നു. അവിടുന്ന് ചോദിക്കുന്നു, ഞാൻ വിളിച്ചിട്ടെന്തേ വരാതിരുന്നത്? നബിയെ, തങ്ങൾ വിളിക്കുന്ന വിവരം എന്നോട് പറഞ്ഞിട്ടില്ല. എന്നെ ഇൽമു പഠിക്കുമ്പോൾ വേറെ കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചതെന്ന് ഞാൻ കരുതി. എന്നോട് തങ്ങൾ വിളിക്കുന്നത് അവസാനമാ പറഞ്ഞത്. പറഞ്ഞപ്പോൾ ഞാനൊരു മിനിറ്റും നിന്നിട്ടില്ല. ഞാനിതാ ഓടി വന്നിരിക്കുകയാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന് പൊരുത്തം നൽകുന്നു. എന്റെ ഓ സുഹൃത്തുക്കളെ, അവിടുത്തെ ഉമിനീര് നൽകുന്നു, അവിടുന്ന് പൊരുത്തം നൽകുന്നു. സഅദ് തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം ദർസിൽ പങ്കെടുത്തപ്പോ മറ്റുള്ള മുതഅല്ലിമീങ്ങളൊക്കെ നല്ല നല്ല ചോദ്യം ചോദിക്കുമ്പോ ചോദ്യവും മറുപടിയും മനസ്സിലാകാത്ത ആളാണ് സഅദ് റളിയല്ലാഹു അൻഹു. അന്നതാ ഉസ്താദിനോട് വലിയ വലിയ സംശയങ്ങളാ ചോദിക്കുന്നത്. ഉസ്താദിന് തോന്നുന്നു സഅദിന് വല്ലാത്ത മാറ്റമുണ്ടല്ലോ, സഅദ് ഗൗരവമുള്ള സംശയങ്ങളല്ലേ ചോദിക്കുന്നത്. അവസാനം ചോദ്യങ്ങൾ ഇങ്ങനെ വന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഗുരുവര്യര് പറഞ്ഞു, മോനെ സഅദേ, ഇനി നീ ഓതി പഠിക്കേണ്ടതില്ല, നീ ദർസ് നടത്തിക്കോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ വലിയ മദദ്, ശദറാത്തു ദഹബ് ഫീ അഖ്മാനി മൻ ദഹബ് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്തേ ഈ മദദ് കിട്ടാൻ കാരണം? പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മടുപ്പില്ലാതെ ഇരുന്ന് പഠിച്ചപ്പോ, മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിക്കാതിരുന്നപ്പോ ഹബീബ് നബി തങ്ങളുടെ പൊരുത്തം കിട്ടി, അവിടുത്തെ മദദ് കിട്ടി. നമ്മളെപ്പോഴും ആ ഒരു ചിന്തയിലാകണം. പഠനത്തിൽ നന്നായി ശ്രദ്ധിക്കണം. വെറും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പോരാ, എപ്പോഴും ഇൽമുമായി ബന്ധപ്പെടണം.